ആലപ്പുഴയിൽ നടക്കുന്ന മുഖ്യമന്ത്രിയുടെ കർഷകരുമായുള്ള മുഖാമുഖം പരിപാടിക്ക് ജില്ലയിൽ ആത്മഹത്യ ചെയ്ത 2 കർഷകരുടെ കുടുംബങ്ങൾക്ക് ക്ഷണമില്ല. ബാങ്ക് വായ്പ വൈകിയത് മൂലം സംഭരിച്ച നെല്ലിൻ്റെ വില കിട്ടാത്തതുകൊണ്ടും ആത്മഹത്യ ചെയ്ത വണ്ടാനം സ്വദേശി രാജപ്പൻ, തകഴി സ്വദേശി KG പ്രസാദ് എന്നിവരുടെ കുടുംബാംഗങ്ങളെയാണ് ഈ മുഖാമുഖത്തിൽ ക്ഷണിക്കാത്തത്. 2 കുടുംബങ്ങൾക്കും ഇനിയും സർക്കാർ സഹായം പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ന് രാവിലെ 9:30 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 മണി വരെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖാമുഖം ആലപ്പുഴയിൽ. മനീഷ് മോഹിബാൽ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി. മനീഷ്, ഗുഡ് മോർണിംഗ്. ഈ 2 കർഷകരുമായിട്ട് നമുക്ക് ആധികാരികമായി ബന്ധപ്പെടാൻ കഴിഞ്ഞോ? എന്നിട്ടാണോ അവർ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നത്? SKN 2000 പേരാണ് ഈ സംവാദത്തിൽ, മുഖ്യമന്ത്രിയുമായിട്ടുള്ള സംവാദത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൽ ആത്മഹത്യ ചെയ്ത 2 പേരാണ്. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ആത്മഹത്യ ചെയ്ത KR രാജപ്പൻ ആത്മഹത്യ ചെയ്തത് സപ്ലൈകോയിൽ നൽകിയിട്ടുള്ള നെല്ലിൻ്റെ പണം അത് കുടിശ്ശികയായി ലഭിക്കാത്തതിനെ തുടർന്ന് തൻ്റെ സഹോദരൻ്റെ ചികിത്സ മുടങ്ങിയതിനെ തുടർന്നായിരുന്നു രാജപ്പൻ ആത്മഹത്യ ചെയ്തത്. പിന്നീട് നവംബർ മാസത്തിലാണ് KG പ്രസാദിൻ്റെ ആത്മഹത്യ. തകഴിയിലെ KG പ്രസാദിൻ്റെ ആത്മഹത്യ വലിയ വിവാദമായിരുന്നു. അന്ന് ബാങ്ക് വായ്പ നിഷേധിച്ചു. തുടർ കൃഷി ചെയ്യാനുള്ള പണം ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു അന്ന് പ്രസാദ് ആത്മഹത്യ ചെയ്ത്. 2 ആത്മഹത്യ സംഭവങ്ങളിലും സർക്കാർ നിലവിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള പണം, എന്തെങ്കിലും തരത്തിലുള്ള സഹായം സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. ആ സാഹചര്യത്തിലാണ് നിലവിൽ 6 മാസങ്ങളായിട്ടുള്ളൂ. അതിനിടയിലാണ് സർക്കാർ കുട്ടനാട്ടിലെയും സംസ്ഥാനത്തെ വിവിധ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് 2000 പേരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതായത് 250 പേർ ക്ഷീര വികസന മേഖലയിൽ നിന്നും, 250 പേർ ഫിഷറീസ് മേഖലയിൽ നിന്നും, 1100 പേർ കർഷകരുമാണ്. അതായത് കുട്ടനാട്ടിലെ നെൽ കർഷകരടക്കമുള്ള കർഷകരെയാണ് ക്ഷണിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിലൊന്നും ഈ പറയുന്ന 2 കർഷക കുടുംബങ്ങളെയും ക്ഷണിച്ചിട്ടില്ല എന്നുള്ളത് വലിയ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ KG പ്രസാദ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ SC/ST കമ്മീഷനിൽ നിന്ന്, വികസന കോർപ്പറേഷനിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കുടുംബം എടുത്ത ഒരു വായ്പ അത് അടയ്ക്കാൻ മുടങ്ങിയതിനെ തുടർന്ന് പിന്നീട് അതേ SC/ST കോർപ്പറേഷൻ തന്നെ ജപ്തി നോട്ടീസ് അയച്ചത് വലിയ വിവാദമായിരുന്നു. മന്ത്രി K രാധാകൃഷ്ണനെ നേരിട്ട് ഇടപെട്ടായിരുന്നു ആ ജപ്തി നോട്ടീസ് മരവിപ്പിച്ചത്. അങ്ങനെ വലിയ വിവാദമായ 2 സംഭവങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ കർഷകരുമായിട്ടുള്ള സംവാദം. ഈ കർഷകരുമായിട്ടുള്ള സംവാദം പ്രധാനമായി ലക്ഷ്യമിടുന്നത് കർഷകരുടെ സംശയങ്ങൾ ദൂരീകരിക്കുക, ഒപ്പം തന്നെ കാർഷിക മേഖലയിലുള്ള പലവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുക, കൃഷിയുമായി ബന്ധപ്പെട്ട വരുന്ന ഭാവിയിലേക്കുള്ള പല സാധ്യതകളും പരിഗണിക്കുക, അതിൽ കർഷകരുടെ അഭിപ്രായം തേടുക, ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ കർഷകർക്കുണ്ടാകുന്ന പ്രേരണ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് എന്താണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ കൃഷി മന്ത്രി P പ്രസാദ് ഉണ്ട്, ക്ഷീരവികസന വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി, ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, അങ്ങനെ മന്ത്രിമാർ, ഉദ്യോഗ തലത്തിലെ വിവിധ ഉദ്യോഗസ്ഥരടക്കമുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിമാരടക്കമുള്ള ആളുകൾ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ ഈ ആത്മഹത്യ ചെയ്ത 2 കുടുംബത്തിലെ കർഷകരുടെ കുടുംബാംഗങ്ങളെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തതാണ് ഇപ്പോൾ നിലവിൽ വലിയ വിമർശനം ഉണ്ടാകുന്നത്. SK. ഓക്കെ, താങ്ക് യു മനീഷ് മോഹിബാൽ.